നമസ്കാരം സുഹൃത്തുക്കളെ, സത്യം പറയാമല്ലോ, വന്ദേമാതരം മുഴുവനായിട്ട് എനിക്കറിയില്ല. നമ്മൾ ആദ്യം കേൾക്കുന്ന 2 സ്റ്റാൻസുകൾ മാത്രമാണ് എനിക്കും അറിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ വിജയുടെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലും നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മാത്രമാണ് ഇത്രയും മുഴുവനായിട്ട് ആലപിച്ച് ഞാൻ കേൾക്കുന്നത്. അല്ലേ, നമ്മുടെ ചടങ്ങുകളിലൊന്നും അതില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേശ്ശൊക്കെ, പക്ഷേ എന്നാലും അത് മുഴുവൻ പഠിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ദീപാദാസും നമ്മുടെ അർലേക്കർ ഗവർണറും മാത്രമാണ് ഈ പറഞ്ഞ പോലെ അത് മുഴുവനായിട്ട് അവിടെ നിന്ന് ആലപിക്കുന്നത് നമ്മൾ കണ്ടത്. കാരണം അവർ ബംഗാളിയാണ്, അപ്പോൾ അവർക്കത് മുഴുവൻ അറിയാമായിരിക്കാം. അതുപോലെ തന്നെ അർലേക്കർ, അദ്ദേഹത്തിനും അത് മുഴുവൻ അറിയാം. അവർ രണ്ടും മാത്രമേ അത് മുഴുവൻ ആലപിക്കുന്നത് കണ്ടുള്ളൂ. അപ്പം ഈ ആലപിച്ചതിനെ കുറിച്ചല്ല, അപ്പോൾ BRM ബഷീർ, കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഈ ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിട്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് സന്തോഷം തോന്നിയ ഒരു വാർത്ത. അതായത് ഓരോ ഇന്ത്യക്കാരനും ഇങ്ങനെ ആയിരിക്കണം എന്ന് തോന്നിയ വളരെ, അല്ലേ, ഈ കഴിഞ്ഞ ദിവസമായിട്ട് അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ പോലെ കുറേ കോലാഹലങ്ങളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പഴയ മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന് കാശ്മീരിൽ നമ്മുടെ സഹോദരങ്ങളെ, കലിമ ചൊല്ലാൻ അറിയാൻ പാടില്ലാത്ത സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നതിൽ അദ്ദേഹത്തിന് ഒരു മനസ്താപം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി ഇപ്പം ഞാൻ കണ്ടത് ഈ വന്ദേമാതരം മുഴുവൻ ചൊല്ലിയലാണ്. അപ്പോൾ അവിടെയാണ് ഈ ബഷീർ എഴുതിയിരിക്കുന്ന ആ ഒരു വാചകം, ഇനിയും ഞങ്ങൾ ചൊല്ലും, എന്താണ് കുഴപ്പമെന്ന് കാണട്ടെ. ശരിയാണ്. കാരണം സ്വാതന്ത്ര്യ സമര സമയത്ത് ഈ നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളത്തെ എതിർക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള പോരാളികൾക്ക് ഊർജം പകർന്ന, അല്ലെങ്കിൽ ആവേശം പകർന്ന ഒരു ഗീതത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ വന്ദേമാതരവും ജനഗണമനയും ഒക്കെ തന്നെ. അപ്പം അത് അത്രമേൽ ആവേശം, ഒരു പരിധി വരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗീതം, ഒരു ബംഗാളി ഗീതം, അതിൻ്റെ അർത്ഥം ഒരു നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് പോലും പലരും അറിയുന്നത്. അല്ലാതെ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ മീനിങ് ഒന്നും, എല്ലാ പാട്ടും ഇപ്പം യേശുദാസും ചിത്രയൊക്കെ പാടിയ പാട്ടുകൾ നമ്മൾ ഏറ്റുപാടുന്നു, അതിൻ്റെയൊക്കെ വരികളും അർത്ഥവും ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും അല്ല നമ്മൾ പലതും പാടുന്നതും പഠിക്കുന്നതും ഒന്നും. പക്ഷേ ഇത് ഇപ്പം എല്ലാവർക്കും അതിൻ്റെ എന്താണെന്ന് കഴിഞ്ഞാൽ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ആ ഒരു ക്രിസ്ത്യൻ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഇപ്പം വന്നിരിക്കുന്നത്. അതായത് അത്രമേൽ ഇത്രയും കാലം നമ്മൾ ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം മാത്രമായിരുന്നു ആലപിച്ചിരുന്നത്. പക്ഷെ ദേശീയ ഗീതം, അല്ലേ, പല കുട്ടികൾക്കും എപ്പോഴും അറിയാൻ പാടില്ലാത്ത വലിയ ഈ യൂട്യൂബേഴ്സ് വരെ വന്ന് അത് വളരെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് അവസാനം ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ വരെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് അവർ തന്നെ പറയുമ്പോൾ അത് വളരെ അഭിമാനം തോന്നുന്ന കാര്യം തന്നെയാണ്. പണ്ട് എന്നെ പഠിപ്പിച്ചൊരു ഹിന്ദി സാറുണ്ട്, ഈ പറഞ്ഞ പോലെ ചന്ദ്രബംപിള്ള സാറിൻ്റെ ശബ്ദം ഭയങ്കര, നമുക്ക് നമ്മൾ സാറെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു 100 പേര് പറഞ്ഞാലും സാർ